ഇപ്പോൾ സംവിധായകൻ ബൈജു കൊട്ടാരക്കരയും ടെലിഫോൺ ലൈനിൽ. ബൈജു, താങ്കൾ ഈ സുപ്രീം കോടതി ഉത്തരവ് അറിഞ്ഞു കാണുമല്ലോ, എന്താണ് പ്രതികരണം? പറഞ്ഞു വേണോ സത്യത്തില് ഇത് ഏകദേശമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് നേരത്തെ. സജീവൻ തേട്ടിപ്പ് ഒരു കാര്യം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം സജീവൻ തേട്ടിപ്പ് പറഞ്ഞു. അതായത് ജയിലിൽ വെറും 63 രൂപ മുതൽ 100 രൂപ വരെയാണ് ഈ പൾസർ സുനിയുടെ ശമ്പളം. 63 രൂപ കിച്ചണ നിൽക്കുകയാണ്. ആ 63 രൂപ ശമ്പളത്തിൽ 7 വർഷം കിടക്കുമ്പോൾ എത്ര കോടി രൂപ കിട്ടും എന്നൊക്കെ നമുക്കറിയാം. ഇനിയിപ്പോ കോടിക്കണക്കിന് ജയിലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പൾസർ സുനി 3 പ്രാവശ്യമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏതാണ്ട് 1 കോടി രൂപയോളം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 1 കോടി രൂപയോളം ജയിലിൽ കിടന്ന പൾസർ സുനി എങ്ങനെ കൊടുത്തു? 250 രൂപയ്ക്ക് വേണ്ടി അയാളുടെ കൂടെ തടവുകാരനായിരുന്ന ജിൻസൺ എന്ന ആളിനെ ഫോൺ ചെയ്ത് പറഞ്ഞതിന്റെയും തെളിവുകൾ ഉൾപ്പെടെ നമ്മളെല്ലാം ടെലികാസ്റ്റ് ചെയ്യും, ഈ പൊതുസമൂഹം മുഴുവൻ അറിഞ്ഞതുമാണ്. അപ്പൊ ആരാണ് പൾസർ സുനിക്ക് പണം കൊടുത്ത് സഹായിച്ചത്? ആരുടെ ആവശ്യമാണ്? സംസ്ഥാന സർക്കാർ പറയുന്നു ഇത് അനന്തമായി നീണ്ടുപോകുന്നുവെന്ന്. അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് ആരാണ്? 8ാം പ്രതിയായ ദിലീപ് തന്നെയല്ലേ നീട്ടിക്കൊണ്ടുപോയത്? 65 പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത്, 65 തവണ. അതുകൂടാതെ എന്ത് വന്നാൽ ഇപ്പൊ 80 ദിവസത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥനെ 80 ദിവസത്തോളമാണ് ഇപ്പോ വിചാരണ ചെയ്ത് കഴിഞ്ഞത്. അദ്ദേഹത്തിന് പൂർത്തിയായി. ബാലേന്ദ്രകുമാറിനെ ഏതാണ്ട് 46 ദിവസം അവിടെ വെള്ളം കുടിക്കാൻ പോലും വിടാതെ, ആശുപത്രിയിൽ പോലും വിടാതെ ബാലേന്ദ്രകുമാറിനെ അവിടെ ഇരുത്തി ഇത് ചെയ്തുകൊണ്ടിരുന്നു, വിചാരണ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ആരാണ് ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്ന ആരാണ് എന്നാ ചോദിക്കും. വിചാരണ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ചെയ്യണം. പക്ഷെ പറഞ്ഞു കേട്ടിടത്തോളം ആ കോടതിയിൽ തന്നെ, അതായത് വിചാരണ നടക്കുന്ന കോടതിയിൽ അടച്ചിട്ട മുറിയാണല്ലോ, അവിടെ തന്നെ ഏതാണ്ട് 15-16ഓളം വക്കീലന്മാരുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 16 വക്കീലന്മാരെന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രതികളുടെ വക്കീലന്മാരുടെ ആരെന്നുള്ള വ്യാജേന ഈ പറയുന്ന 8ാം പ്രതിയുടെ വക്കീലന്മാരുടെ ആളുകൾ തന്നെയാണ്. അപ്പൊ ഇവരെല്ലാം കൂടി വന്നിട്ട് ഈ കേസിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് ഇപ്പോഴത്തെ അവരുടെ തീരുമാനം. പൾസർ സുനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല. സംസ്ഥാന സർക്കാർ പറയുന്ന പോലെ അയാൾ മുങ്ങുകയില്ല, അയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്താനാണെങ്കിൽ അതൊക്കെ നേരത്തെ എവരെയും ഉണ്ടല്ലോ. കോടതിയിൽ നിന്ന് തന്നെ 3 കോടതിയിൽ നിന്ന് പുറത്തുപോയി. അന്വേഷണം എന്തായി? അങ്കമാലി കോടതിയിൽ നിന്ന് പോയില്ലേ? പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് പോയില്ലേ? വിചാരണ കോടതിയിൽ നിന്ന് ഈ വിഷ്വൽസ് പുറത്തു പോയില്ലേ? അപ്പൊ ഇതൊക്കെ പുറത്തു പോയി കഴിഞ്ഞപ്പോ ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും ഇല്ല, ഒരു തീരുമാനവും ഇല്ല. അപ്പൊ ഇതൊക്കെ ആരെയാണ് പൊട്ടം കളിപ്പിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ അതിലെ വിഷ്വൽസ് ബൈജു, ഇതിലിപ്പോ ഈ ദിലീപ്, അതുപോലെ തന്നെ ദിലീപിന്റെ സഹായം കിട്ടുന്ന പൾസർ സുനി എന്നതിലേക്ക് മാത്രമായി കാര്യങ്ങൾ ചുരുക്കാൻ കഴിയുമോ? കാരണം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചോദ്യമായി അറിയുന്നത് ഇതെന്ത് വിചാരണ എന്ന മട്ടിൽ സുപ്രീം കോടതി സംസാരിച്ചിരിക്കുന്നു എന്നാണ്.